നേതാക്കൾക്കിടയിൽ സമവായമാകാത്തതിനാൽ കോൺഗ്രസ് മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുകയാണ്. ഇന്നലെ ദില്ലിയിൽ രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖർഗെയുടെയും നേതൃത്വത്തിൽ നടന്ന മാരത്തൺ ചർച്ചകളിലും ഒറ്റ പേരിലേക്ക് എത്താനായില്ല. സമയമുണ്ടെന്നും തീരുമാനം ഹൈക്കമാൻഡ് അറിയിക്കുമെന്നും ആയിരുന്നു ചർച്ചയ്ക്ക് ശേഷം ദീപാദാസ് മുൻഷിയുടെ പ്രതികരണം. ഇനി ചർച്ചയില്ല, പ്രഖ്യാപനം മാത്രമെന്നാണ് നേതാക്കളും വ്യക്തമാക്കുന്നത്. വി ഡി സതീശനും സണ്ണി ജോസഫും നാട്ടിലേക്ക് മടങ്ങിയെങ്കിലും കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ദില്ലിയിൽ തുടരുകയാണ്. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകും എന്നാണ് സൂചന. പ്രഖ്യാപനത്തിന് മുമ്പ് ഘടകകക്ഷികളുമായും ഹൈക്കമാൻഡ് സംസാരിക്കും. ആർ റോഷിപാൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. റോഷിപാൽ, ഇന്നലെ മാരത്തോൺ ചർച്ചകൾ 3 മണിക്കൂർ നീണ്ട ചർച്ചയിലും ഒരു പേരിലേക്ക് എത്താൻ ഹൈക്കമാൻഡിന് കഴിയുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇന്ന് തന്നെ പ്രഖ്യാപനം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ, അതോ ഇവിടെയുള്ള ഈ പരസ്യ പ്രതിഷേധങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങട്ടെ എന്ന നിലപാട് ഹൈക്കമാൻഡിനുണ്ടോ റോഷിപാൽ? റീജിത്ത്, ശ്രുതി, ഹൈക്കമാൻഡ് ഇടപെട്ടതോടെ പരസ്യ പ്രതിഷേധങ്ങൾ ബോർഡുകൾ വെച്ചതുൾപ്പെടെ അത് എടുത്തു മാറ്റിയ സാഹചര്യമുണ്ട്. ഇനി പരസ്യ പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ലെന്ന പ്രതീക്ഷ ഹൈക്കമാൻഡിനുണ്ട്. അങ്ങനെ പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള നിലമൊരുക്കലാണ് ഇന്നലെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുണ്ടായത്. അതുകൊണ്ട് ഇന്നോ നാളെയോ പ്രഖ്യാപനമുണ്ടാകും. ഹൈക്കമാൻഡ് വിശദമായി 3 നേതാക്കളെയും കേട്ടുകഴിഞ്ഞതാണ്. അവരുടെ അവകാശവാദങ്ങൾ കേട്ടതാണ്. ഇനി ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഇന്നലെ ചർച്ചകൾക്ക് ശേഷം വീണ്ടും അവർ മാത്രം ഇരുന്ന് ചില കൂടിയാലോചനകൾ നടത്തിക്കഴിഞ്ഞതാണ്. കേരളത്തിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. തീരുമാനം ഹൈക്കമാൻഡ് എടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഇനി വരേണ്ടത്. ഈ കാര്യം കോൺഗ്രസ് ഘടകകക്ഷി നേതാക്കളെ അറിയിക്കും. അത് അറിയിക്കാൻ വേണ്ടി ഒരുപക്ഷെ ദീപാദാസ് മുൻഷിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നടക്കമുള്ള സൂചനകൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദീപാദാസ് മുൻഷി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വവുമായും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അടക്കമുള്ള മറ്റ് ഘടകകക്ഷി നേതാക്കളുമായി ടെലിഫോണിൽ സംസാരിച്ച് അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന വിവരം അവരെ ധരിപ്പിക്കും. അതിന് തൊട്ടു പിന്നാലെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ഇനി ചർച്ചകളില്ല, കാരണം എല്ലാ ചർച്ചകളും പൂർത്തിയായി. ഇനി തർക്കങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് നിരവധി ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ട ഒരു സാഹചര്യം, പ്രതിഷേധ പ്രകടനങ്ങൾ, ഉമ്മൻചാണ്ടിയുടെ ബോർഡടക്കം നശിപ്പിച്ച സംഭവം, ഇതിലൊക്കെ രാഹുൽ ഗാന്ധി നേരിട്ട് നേതാക്കളോട് തന്റെ അമർഷം രേഖപ്പെടുത്തിയിരുന്നു. ഇത്രയും ഭൂരിപക്ഷം ലഭിച്ചിട്ടും തർക്കം തെരുവിലേക്ക് നീങ്ങിയതിലുള്ള ഹൈക്കമാൻഡിന്റെ അമർഷത്തിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം നേതാക്കൾ നേരിട്ടെത്തി പ്രവർത്തകരോട്, അണികളോട് പ്രകോപിതരാകരുത്, പ്രകടനം നടത്തരുത്, ബോർഡ് വെക്കരുത്, അവിടെ സ്ഥാപിച്ച ബോർഡുകൾ എടുത്തു മാറ്റണമെന്ന നിർദ്ദേശം ഒരുമിച്ച് തന്നെ അവർ മാധ്യമങ്ങളിലൂടെ നൽകി. അതിന് തൊട്ടു പിന്നാലെ തന്നെ ബോർഡുകൾക്ക് മാറ്റി. ഇനി ഏതായാലും പ്രഖ്യാപനം വന്നാൽ ഒരു നേതാവിന്റെ അണികൾ പോലും പ്രതിഷേധിച്ച് തെരുവിലിറങ്ങാനോ പരസ്യ പ്രസ്താവനയ്ക്കോ ഒരു സാധ്യതയുമില്ല. ആ സാധ്യത പൂർണ്ണമായി ഹൈക്കമാൻഡ് അടച്ചു എന്നതാണ് പ്രത്യേകത. എല്ലാ കാലത്തും ഹൈക്കമാൻഡ് ഇങ്ങനെയാണ്. ആ ഹൈക്കമാൻഡ് അതിന്റെ കരുത്ത് തെളിയിക്കുന്നത് അവിടെയാണ്. നേതാക്കളെല്ലാവരും ഹൈക്കമാൻഡിന് വഴങ്ങിക്കഴിഞ്ഞു. ഇനി പ്രഖ്യാപനം ഏത് സമയത്തും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടെയോ അല്ലെങ്കിൽ നാളെയോ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് തന്നെ പ്രഖ്യാപനത്തിന് സാധ്യത കൂടുതലാണ്. കാരണം പ്രഖ്യാപനം കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ സർക്കാർ അധികാരത്തിലേൽക്കാൻ വേണ്ടിയുള്ള മറ്റ് സത്യപ്രതിജ്ഞാ ചടങ്ങുകളുടെ ഒരുക്കങ്ങളിലേക്ക് പോകണം. ഇടയിൽ ഘടകകക്ഷികളുമായി ആശയവിനിമയം നടത്തേണ്ടതുണ്ട് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട്. ഇനി മന്ത്രിസഭ ഒരുമിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ സത്യപ്രതിജ്ഞ 2-3 ദിവസം അങ്ങോട്ടേക്ക് പോകാൻ സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും കക്ഷി നേതാക്കളും സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ആലോചനയാണ് UDF ഉണ്ടായിരുന്നത്. ആ കാര്യത്തിൽ ഒരുപക്ഷെ ഇന്ന് ഒരു അന്തിമ തീരുമാനം ഉണ്ടായേക്കും. ദില്ലിയിൽ കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും മാത്രമാണ് തുടരുന്നത്. വൈകിട്ടോടെ രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയും ചെയ്യും. ഇന്നലെ രാത്രി തന്നെ സണ്ണി ജോസഫും വി ഡി സതീശനും കേരളത്തിലേക്ക് തിരിച്ചിരുന്നു. റോഷിപാൽ, ഇത് AICC നിരീക്ഷകരുടെ നിലപാട് ഹൈക്കമാൻഡിന് മുമ്പിലുണ്ട്. നേതാക്കളിൽ നിന്ന് അഭിപ്രായം തേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന പ്രതിഷേധങ്ങളും ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ ഹൈക്കമാൻഡിന് മുമ്പിൽ വ്യക്തമായ ചിത്രമായി തന്നെ ഉണ്ട്. ഒരു പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിട്ടുണ്ട് എന്ന സൂചനകളാണോ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്? പക്ഷേ അപ്പോഴും പ്രഖ്യാപനത്തിന് മുമ്പ് ഘടകകക്ഷികളുമായി ഹൈക്കമാൻഡ് സംസാരിക്കാൻ ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. ഒരു പേരിലേക്ക് എത്തി, പക്ഷേ പ്രഖ്യാപനം തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് രൂപപ്പെട്ടു വന്നിട്ടുണ്ടോ റോഷിപാൽ? റീജിത്ത്, ഇനി പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. ഒരു പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തി എന്ന് തന്നെയാണ് സൂചനകൾ. പക്ഷെ ആ കാര്യം ആദ്യം അത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള എല്ലാ ഘടകകക്ഷി നേതാക്കളെയും അറിയിക്കും. അവരുമായി ചർച്ചകളില്ല, അവരെ അറിയിക്കും. അത് ഒരു മുന്നണി മര്യാദയുടെ ഭാഗമായിട്ടാണ് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ആരാണെന്ന കാര്യം അവരെ ഔദ്യോഗികമായി അറിയിക്കുന്നത്. അത് അറിയിച്ചതിന് ശേഷം മാത്രമായിരിക്കും പ്രഖ്യാപനം നടത്തുക.
ഇപ്പോൾ നേതാക്കൾക്ക് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾക്ക് ആരാണ് നിയമസഭാ കക്ഷി നേതാവ് എന്ന കാര്യത്തിൽ ഒരു സൂചന കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു എന്നാണ്. പക്ഷേ അത് അവർക്ക് പുറത്ത് പരസ്യമായി പറയാൻ അവർക്ക് അധികാരമില്ല. അത് പറയേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികളാണ്. ഒരുപക്ഷെ KC വേണുഗോപാൽ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കും. അതല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മാധ്യമങ്ങളോട് ആ പേര് വിശദീകരിക്കും. അത് നമ്മൾ കാത്തിരിക്കണം. ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നാളേക്കപ്പുറത്ത് പോകില്ല. ഇന്ന് മറ്റ് ഘടകകക്ഷികളുമായുള്ള ഈ ആശയവിനിമയം ഒരു ചർച്ചയല്ല. ഈ വിവരം ഘടകകക്ഷികളെ ധരിപ്പിക്കുമെന്ന് മാത്രം. ഏതായാലും കോൺഗ്രസ് കേരളത്തിൽ ഈ ഒരു പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയാണെങ്കിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ പോലും മറ്റ് രണ്ട് നേതാക്കളെ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നത് സംബന്ധിച്ച് പോലും, മന്ത്രിസഭയിലൊക്കെ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നത് സംബന്ധിച്ച് പോലും ഹൈക്കമാൻഡിന്റെ നിലപാട് നിർണായകമാണ്. അക്കാര്യങ്ങളിൽ കൂടി ഒരു ചർച്ച ഇന്നലെ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ റോഷിപാൽ? റീജിത്ത്, അതിൽ അങ്ങനെ ഒരു സമവായ ഫോർമുല അടക്കം ഉണ്ടായിട്ടുണ്ടാകാം. കാരണം ഇന്നലെ നടന്ന ചർച്ചകൾ കൂടുതലായും സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ, ബോർഡുകൾ, അതിലടക്കമുള്ള അതൃപ്തിയൊക്കെയാണ് ആദ്യം അറിയിച്ചത്. പിന്നീട് നേതാക്കൾ വിശദമായി അവരുടെ വാദഗതികൾ നേതൃത്വത്തെ ഹൈക്കമാൻഡിനെ അറിയിക്കുകയായിരുന്നു. അത് രമേശ് ചെന്നിത്തലയും VD സതീശനും KC വേണുഗോപാലും എന്തുകൊണ്ട് അവരെ പരിഗണിക്കണം എന്നതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ അവർ ഹൈക്കമാൻഡിന് മുന്നിലേക്ക് നിരത്തുകയായിരുന്നു. അക്കമിട്ട് നിരത്തിയ കാര്യങ്ങൾ എല്ലാം പരിശോധിച്ചു. പക്ഷേ 3 നേതാക്കളും അവസാനം ഹൈക്കമാൻഡ് എടുക്കുന്ന എന്ത് തീരുമാനവും തങ്ങൾ അംഗീകരിക്കുമെന്ന് ഉറപ്പും നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ഒരു തരത്തിലും തങ്ങൾ അതിലുള്ള തങ്ങളുടെ വിഷമമോ പ്രതിഷേധമോ അമർഷമോ പരസ്യമായി പറയില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു നീക്കങ്ങളും ഈ ഹൈക്കമാൻഡ് തീരുമാനത്തിനെതിരെ നടത്തില്ലെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ നടത്തിയാൽ പാർട്ടിക്ക് പുറത്തായിരിക്കും നിങ്ങളുടെ സ്ഥാനം എന്ന് കൃത്യമായ സന്ദേശം രാഹുൽ ഗാന്ധി തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ഈ യോഗത്തിന് തൊട്ടു പിന്നാലെ നേതാക്കൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് തങ്ങൾ ഹൈക്കമാൻഡ് തീരുമാനത്തിനൊപ്പമാണ്, ഇനി ആരും തെരുവിലേക്ക് ഇറങ്ങരുതെന്ന കർശന നിർദ്ദേശം അണികൾക്ക് നൽകിയത്. അത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കമാൻഡ് വലിയ ആത്മവിശ്വാസമാണ്. ഇനി ആരെ പ്രഖ്യാപിച്ചാലും കേരളത്തിൽ പാർട്ടിക്കകത്തോ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരോ തെരുവിലേക്ക് ഇറങ്ങില്ല, ഒരു പ്രതിഷേധവും സംഘടിപ്പിക്കില്ല. അവർ ഐക്യത്തോടെ മുന്നോട്ട് പോകും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഹൈക്കമാൻഡ് അവർ എടുത്തു. ആ കാര്യത്തിൽ ഒരു ധാരണ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇനി ചർച്ചയില്ല എന്ന പ്രഖ്യാപനം അത് നൽകുന്ന സൂചനയും അത് തന്നെയാണ്. റീജിത്ത്, ശരി. റോഷിപാൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നാളെ. അതിനപ്പുറത്തേക്ക് പോകില്ല എന്നാണ് കോൺഗ്രസിലെ ചർച്ചകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു തീരുമാനം ഹൈക്കമാൻഡിൽ രൂപപ്പെട്ടിട്ടുണ്ട്, ഹൈക്കമാൻഡ് എടുത്തിട്ടുണ്ട്. അതിനി ഘടകകക്ഷികളെ അറിയിക്കുക എന്നതടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് പോകുന്നുവെന്ന് മനസ്സിലാക്കുന്നു. ഇനി മറ്റെന്തെങ്കിലും ആലോചനകൾ ഹൈക്കമാൻഡിന്റെ മനസ്സിലുണ്ടോ എന്നത് സംബന്ധിച്ചും വ്യക്തതകൾ ഈ ഘട്ടത്തിലില്ല. എന്തായാലും രാഹുൽ ഗാന്ധിയുടെയൊക്കെ നിലപാട്, സോണിയാഗാന്ധിയുടെയൊക്കെ നിലപാട് നിർണായകമായി മാറാൻ പോകുന്നു. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും തീരുമാനമെടുക്കും എന്നാണ് നേതൃത്വം ഈ ഘട്ടത്തിൽ വിശദീകരിക്കുന്നത്. റോഷിപാൽ അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.